ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ വരാനിരിക്കുന്ന നമ്മുടെ കോമ്പറ്റീറ്റീവ്സ് എക്സാം കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. സീരീസ് ആയിട്ട് വളരെ മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യമാണ്, ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്ന രാജ്യം. അപ്പോൾ ഇത് നിങ്ങൾ കേട്ട് കാണും. ഇപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് ഏത് രാജ്യമാണ്? അത് ഫ്രാൻസാണ്. അപ്പോൾ ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് ഏത് രാജ്യമാണ്? അത് ഫ്രാൻസാണ് വാങ്ങുന്നത്. അടുത്ത ചോദ്യം, ദേശീയ ഗെയിംസിൽ നീന്തലിൽ കർണാടകയ്ക്കായി 3 സ്വർണം നേടിയ വ്യക്തി. ചോദ്യം റിപ്പീറ്റ് ചെയ്യാം. ദേശീയ ഗെയിംസിൽ നീന്തലിൽ കർണാടകയ്ക്കായി 3 സ്വർണം നേടിയ വ്യക്തി ആരാണ്? നിധിനി ദേ സിംഗു ആണ്. അപ്പോൾ ധിനിധി ദേ സിംഗു ആണ് നമ്മുടെ ദേശീയ ഗെയിംസിൽ നീന്തലിൽ കർണാടകയ്ക്കായിട്ട് 3 സ്വർണം നേടിയ വ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ ഗെയിംസിൽ കർണാടകയ്ക്കായിട്ട് 3 സ്വർണം നേടിയ വ്യക്തി ആരാണ്? അത് ധിനിധി ദേ സിംഗു ആണ്. നമുക്ക് ദേ സിംഗു എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, ചൈനീസ് ടെക് കമ്പനിയായ അലിബാബ പുറത്തിറക്കിയ AI മോഡൽ. അപ്പോൾ നമ്മുടെ ചൈനീസ് ടെക് കമ്പനിയായ അലിബാബ പുറത്തിറക്കിയ AI മോഡൽ ഏതാണത്? അത് മാക്സ് ആണ്. അപ്പോൾ ചൈനീസ് ടെക് കമ്പനിയായ അലിബാബ പുറത്തിറക്കിയ AI മോഡൽ, വേറൊരു AI മോഡൽ നമ്മുടെ അലിബാബ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പുള്ളൊരു ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൈനീസ് ടെക് കമ്പനിയായ അലിബാബ പുറത്തിറക്കിയ AI മോഡൽ അത് മാക്സ് ആണ്. അടുത്ത്, ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകരായി നിയമിതനായ വ്യക്തി. അത് ജെറി ഹോൾനസ് ആണ്. അപ്പോൾ ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകനായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? ജെറി ഹോൾനസ് ആണ്. അടുത്ത്, 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം അത് ഇന്തോനേഷ്യൻ സൈന്യമാണ്. അപ്പോൾ 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ഏതാണ്ടാ? അത് ഇന്തോനേഷ്യൻ സൈന്യമാണ് നമ്മുടെ 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, നമുക്കൊന്ന് റിവൈസ് ചെയ്ത് വായിക്കാം. ഇന്ത്യ സ്വന്തമായിട്ട് വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്ന രാജ്യം ഫ്രാൻസാണ്. ദേശീയ ഗെയിംസിൽ നീന്തലിൽ കർണാടകയ്ക്കായിട്ട് 3 സ്വർണം നേടിയ വ്യക്തിയാണ് ദേ സിംഗു. ചൈനീസ് ടെക് കമ്പനിയായ അലിബാബ പുറത്തിറക്കിയ AI മോഡലാണ് മാക്സ് എന്ന് പറയുന്നത്. ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകരായിട്ട് നിയമിതനായ വ്യക്തി ജെറി ഹോൾനസ് ആണ്. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ നമ്മുടെ ക്ലാസ് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊരു ബുക്ക് എടുക്കുക, ഉത്തരങ്ങൾ മാത്രം എഴുതി പോവുക. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് ഓർക്കുക. അപ്പോൾ ഇന്ത്യൻ അത്ലറ്റിക്സിൻ്റെ പരിശീലകരായിട്ട് നിയമിതനായത് ആരാണ്? ജെറി ഹോൾനസ് ആണ്. 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ഏതാണ്? അത് ഇന്തോനേഷ്യൻ സൈന്യമാണ്. അപ്പോൾ 2025 റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത വിദേശ സൈന്യം ഏതാണ്ട? ഇന്തോനേഷ്യൻ സൈന്യമാണ്. അടുത്ത ചോദ്യം നോക്കാം. 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ഷാഫിയാണ്. അപ്പോൾ ഷാഫിയുടെ യഥാർത്ഥ പേര് റഷീദ് MH എന്നാണ്. അപ്പോൾ 2025 അന്തരിച്ച പ്രശസ്ത മലയാള ചലച്ചിത്ര സംവിധായകൻ ആരാണ്? ഷാഫിയാണ്. ഷാഫിയുടെ യഥാർത്ഥ പേരെന്താണ്? നമ്മുടെ റഷീദ് MH ആണ്. അപ്പോൾ മുമ്പും നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് നമ്മുടെ അയ്യപ്പനും കോശിയിലെ സംവിധായകനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുഴുവൻ പേരും അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അന്തരിച്ച മലയാള സംവിധായകൻ ആരാണ്? ഷാഫിയാണ്. ഷാഫിയുടെ പേരെന്താണ്? മുഴുവൻ പേരെന്താണ്? റഷീദ് MH. എന്താണ്? റഷീദ് MH ആണ്. അടുത്ത്, 2025 ജനുവരിയിൽ വിടവാങ്ങിയ പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ KM ചെറിയാനാണ്. നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ കറക്റ്റായിട്ടുണ്ടായിരുന്നൊരു ന്യൂസായിരുന്നു. അപ്പോൾ 2025 വിടവാങ്ങിയ പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ആരാണ്? ഡോക്ടർ KM ചെറിയാനാണ്. അപ്പോൾ 2025 ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ ആരാണ്? ഡോക്ടർ KM ചെറിയാൻ.
ഡോക്ടർ കെ എം ചെറിയാൻ ഓർക്കുമ്പോൾ എന്താണ്? ഹൃദ്രോഗ വിദഗ്ധനായിരുന്നു ഡോക്ടർ കെ എം ചെറിയാൻ. അടുത്ത് ICC T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത്. ICC T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത് അർഷ്ദീപ് സിംഗ് ആണ്. അപ്പോൾ ICC T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത് ആരാണ്? അർഷ്ദീപ് സിംഗ് ആണ്. അടുത്ത് രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിൽ സ്ഥിതി ചെയ്യുന്നു. അടുത്ത് 2025 അന്തരിച്ച നമീബിയയുടെ ആദ്യ പ്രസിഡന്റ് സാം നുയോമയാണ്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചിരുന്നാൽ മതി. 2025 അന്തരിച്ച നമീബിയയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? സാം നുയോമയാണ്. ഇപ്പോൾ 2025 അന്തരിച്ച നമീബിയയുടെ ആദ്യ പ്രസിഡന്റ് ആരാണ്? സാം നുയോമയാണ്. അടുത്ത് ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനിക അഭ്യാസം എക്യുവെറിനാണ്. അപ്പോൾ ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനികാഭ്യാസം ഏതാണ്? ഐക്യുവെറിനാണ്. അപ്പോൾ ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനികാഭ്യാസം ഏതാണ്? ഐക്യുവെറിൻ. അടുത്ത ചോദ്യം, ഐക്യുവെറിൻ സംയുക്ത സൈനികാഭ്യാസത്തിൻ്റെ 13ാമത്തെ പതിപ്പിൻ്റെ വേദി എവിടെയായിരിക്കും? മാലിദ്വീപിലാണ്. അപ്പോൾ ഐക്യുവെറിൻ എന്ന് പറയുന്നത് ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനികാഭ്യാസമാണ്. അപ്പോൾ ഐക്യുവെറിൻ്റെ 13ാമത്തെ പതിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? മാലിദ്വീപിലാണ്. എവിടെയാണ്? മാലിദ്വീപിലാണ്. അടുത്ത് രാത്രികാലത്തെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാക്കാതിരിക്കാനായിട്ട് സംസ്ഥാനത്തെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അല്ലെങ്കിൽ ബസ് അത് നിലവിൽ വരുന്ന എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ മയിലാട്ടിയിലാണ്. അപ്പോൾ രാത്രികാലത്തെ നമുക്കറിയാം വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനായിട്ട് സംസ്ഥാനത്തെ ആദ്യ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം അല്ലെങ്കിൽ ബസ് എവിടെ നിലവിൽ വരുന്നു? കാസർഗോഡ് ജില്ലയിലെ മയിലാട്ടിയിൽ നിലവിൽ വരികയാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ആദ്യ ബസ് നിലവിൽ വരുന്ന എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കാസർഗോഡ് ജില്ലയിലെ മയിലാട്ടിയിലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, പൂർണ്ണമായും നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം. പൂർണ്ണമായിട്ട് നമ്മുടെ നിർമ്മിത ബുദ്ധി എന്ന് പറയുമ്പോൾ നമ്മുടെ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ഇൽ ഫോഗ്ലിയോ ആണ്. അപ്പോൾ പൂർണ്ണമായിട്ട് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? അത് ഇൽ ഫോഗ്ലിയോ ആണ്. ഏതാണ്? ഇൽ ഫോഗ്ലിയോ ആണ്. അടുത്ത് 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഉത്തരാഖണ്ഡ് ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? അപ്പോൾ 2070 കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിനായിട്ട് നമ്മുടെ ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് ഏത് രാജ്യവുമായിട്ടാണ് ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്? ഏത് രാജ്യവുമായിട്ടാണ്? ഐസ്ലാൻഡുമായിട്ടാണ് ഉത്തരാഖണ്ഡ് ഗവൺമെൻറ് ധാരണാപത്രം ഒപ്പുവെച്ചത്. അടുത്ത നമ്മുടെ ഈ ഒരു സെറ്റിൽ ലാസ്റ്റ് ചോദ്യമാണ്, ഡയമണ്ട് ഇംപ്രസ് ഓതറൈസേഷൻ സ്കീം ഏത് മന്ത്രാലയമാണ് അവതരിപ്പിച്ചത്? DIA ഡയമണ്ട് ഇംപ്രസ് ഓതറൈസേഷൻ സ്കീം അത് ഏത് മന്ത്രാലയമാണ് അവതരിപ്പിച്ചത്? ഏത് മന്ത്രാലയമാണ്? കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയമാണ് DIA സ്കീം അവതരിപ്പിച്ചത്. അപ്പോൾ DIA സ്കീം എന്താണ്? ഡയമണ്ട് ഇംപ്രസ് ഓതറൈസേഷൻ ആണ് അതിൻ്റെ ഫുൾ ഫോം. ഈ സ്കീം ഏത് മന്ത്രാലയം അവതരിപ്പിച്ചു? കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയമാണ് അവതരിപ്പിച്ചത്. അപ്പോൾ എന്ത് ചെയ്യാം, ഇത്രയും ചോദ്യങ്ങൾ നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ 2025 അന്തരിച്ച പ്രശസ്ത മലയാള സംവിധായകൻ ആരാണ്ടാ? ഷാഫിയാണ്. ഷാഫിയുടെ യഥാർത്ഥ പേരെന്താണ്? റഷീദ് MH ആണ്. അടുത്ത് പറഞ്ഞ എന്താണ്? പ്രശസ്ത ഹൃദ്രോഗ വിദഗ്ധൻ അന്തരിച്ചു. പേരെന്താണ്? ഡോക്ടർ KM ചെറിയാനാണ്. അത് കഴിഞ്ഞ് പറഞ്ഞ ചോദ്യം, ICC T20 ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം സ്വന്തമാക്കിയത് ആരാണ്? അർഷ്ദീപ് സിംഗ് ആണ്. രാജ്യത്തെ ആദ്യത്തെ തേൻ ഗ്രാമം ഏതാണ്? മഹാരാഷ്ട്രയിലാണ്. നമീബിയയുടെ അന്തരിച്ച പ്രസിഡന്റ് ആരാണ്? സാം നുവോമ. നമീബിയയിൽ തന്നെ ഉണ്ട് നമീബിയയുടെ തന്നെ ഉണ്ട് എന്താണ്? സാം ന്യൂയോമ. അടുത്ത് പറഞ്ഞത് ഇന്ത്യ മാലിദ്വീപ് സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ഐക്യുവെറിനാണ്. അപ്പോൾ ഈ ഐക്യുവെറിൻ്റെ വേദി എവിടെയാണ്? 13ാമത്തെ ഐക്യുവെറിൻ്റെ വേദി എവിടെയാണ്? അത് മാലിദ്വീപിലാണ്.
അടുത്ത് പറഞ്ഞ എന്താണ്, രാത്രികാല വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനായിട്ട് സംസ്ഥാനത്തെ ആദ്യത്തെ ബസ് അത് എവിടെ നിലവിൽ വരുന്നു? കാസർഗോഡ് ജില്ലയിലെ മയിലാട്ടിയിലാണ് നിലവിൽ വരുന്നത്. അത് കഴിഞ്ഞ് പറഞ്ഞ എന്താണ്, പൂർണ്ണമായിട്ട് നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുറത്തിറക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ദിനപത്രം അത് ഇൽ ഫോഗ്ലിയോ ആണ്. അത് കഴിഞ്ഞ് പറഞ്ഞ ചോദ്യം എന്താണ്, 2070 കൂടിയിട്ട് കാർബൺ ന്യൂട്രാലിറ്റി കൈവരിക്കുന്നതിന് ഉത്തരാഖണ്ഡ് ഏത് രാജ്യവുമായിട്ട് ധാരണാപത്രത്തിൽ ഒപ്പിട്ടു? ഐസ്ലാൻഡുമായിട്ടാണ് ഉത്തരാഖണ്ഡ് സർക്കാർ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത്. നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ചോദ്യം എന്താണ്, ഡയമണ്ട് ഇംപ്രസ് ഓതറൈസേഷൻ DIA സ്കീം ഏത് മന്ത്രാലയമാണ് അവതരിപ്പിച്ചത്? ഏത് മന്ത്രാലയമാണ്? കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി മന്ത്രാലയമാണ് DIA സ്കീം അവതരിപ്പിച്ചത്. അടുത്ത ചോദ്യമാണ്, ഒന്നാം അന്താരാഷ്ട്ര ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഒന്നാം അന്താരാഷ്ട്ര ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. അപ്പോൾ ഒന്നാം അന്താരാഷ്ട്ര ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. 2023-24 സാമ്പത്തിക വർഷത്തിലെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അത് ബ്രസീലാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? അത് ബ്രസീലാണ്. നമ്മുടെ PSCയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഇതൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്ട്? അത് ബ്രസീലാണ്. അടുത്ത്, ഡെങ്കിപ്പനി സാധ്യത രണ്ടു മാസം മുന്നേ പ്രവചിക്കുവാനുള്ള മാതൃക വികസിപ്പിച്ച പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെറ്റീരിയോളജിയിലെ മലയാളി ശാസ്ത്രജ്ഞർ ഡോക്ടർ റോക്സി മാത്യു കോളും സോഫിയ യാക്കോബുമാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡെങ്കിപ്പനി സാധ്യതയുണ്ടെങ്കിൽ അത് 2 മാസം മുന്നേ പ്രവചിക്കുവാനുള്ള മാതൃക വികസിപ്പിച്ചെടുത്ത നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞന്മാരാണ്. ആരൊക്കെയാണ്? ഡോക്ടർ റോക്സി മാത്യു കോളും സോഫിയ യാക്കോബുമാണ്. നമ്മുടെ കോളും യാക്കോബും ആരൊക്കെയാണ്? മാത്യു കോളും യാക്കോബും ഇങ്ങനെ പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അടുത്ത്, നീല അസ്ഥികളും പച്ച രക്തവുമുള്ള അപൂർവ ഇനം തവളയെ കണ്ടെത്തിയ സംസ്ഥാനം. അപ്പോൾ നീല അസ്ഥികളും പച്ച രക്തവുമുള്ള അപൂർവ ഇനം തവളയെ കണ്ടെത്തിയ സംസ്ഥാനം എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. അപ്പോൾ നീല അസ്ഥിയും പച്ച രക്തവുമുള്ള, നല്ല ഡിഫറൻ്റ് ആണ്, പച്ച രക്തവുമുള്ള അപൂർവ ഇനം തവളയെ എവിടെ കണ്ടെത്തി? അരുണാചൽ പ്രദേശിൽ കണ്ടെത്തി. അടുത്ത്, P. കേശവദേവ് സ്മാരക ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി നമ്മുടെ ശശി തരൂരാണ്. അപ്പോൾ P. കേശവദേവ് സ്മാരക ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? അത് ശശി തരൂരാണ്. അറിയാലോ. അടുത്ത്, കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റുവാനുള്ള കേന്ദ്ര പദ്ധതി. അപ്പോൾ കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റുവാനുള്ള കേന്ദ്ര പദ്ധതി ഏതാണ്? അത് PM കുസുമാണ്. അപ്പോൾ PM കുസുമാണ് പദ്ധതി. കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റുവാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് PM കുസും. അടുത്ത ചോദ്യം, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം രജിസ്റ്റർ നിക്ഷേപകരുടെ എണ്ണത്തിൽ 1 കോടി കടക്കുന്ന 3ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം. അപ്പോൾ നമ്മുടെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒരു പുതിയ കണക്ക് ഡാറ്റ പ്രകാരം രജിസ്റ്റർ നിക്ഷേപകരുടെ എണ്ണം 1 കോടി കടക്കുന്ന 3ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. ഇങ്ങനെയൊക്കെ ചോദ്യം വരും, നമ്മൾ ചാടിക്കറി കേരളം അടിച്ചു കളയും, പക്ഷേ അത് കേരളം അല്ല. ഇപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം രജിസ്റ്റർ നിക്ഷേപകരുടെ എണ്ണം 1 കോടി കടക്കുന്ന 3ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. അടുത്ത്, മണ്ണ് മലിനീകരണത്തെ ചെറുക്കുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് അടുത്തിടെ ബാക്ടീരിയ വികസിപ്പിച്ച സ്ഥാപനം അപ്പോൾ മണ്ണ് മലിനീകരണത്തെ ചെറുക്കുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് അടുത്തിടെ പുതിയൊരു ബാക്ടീരിയയെ വികസിപ്പിച്ചു. ഏത് സ്ഥാപനമാണ്? IIT ബോംബെയാണ്. അപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെയാണ് നമ്മുടെ മണ്ണ് മലിനീകരണത്തെ ചെറുക്കുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പുതിയ ബാക്ടീരിയയെ വികസിപ്പിച്ച സ്ഥാപനം. അപ്പോൾ IIT ബോംബെയാണ്. അടുത്ത ചോദ്യം, ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി ആരുടേതാണ്? ആത്മാവിൻ്റെ സങ്കേതങ്ങൾ കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി ആരുടേതാണ്?
വേണു നായരുടെയാണ് ഈ ഒരു ഡോക്യുമെൻ്ററി. അപ്പോൾ ആത്മാവിൻ്റെ സങ്കേതങ്ങൾ, കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി ആരുടേതാണ്? വേണു നായരുടേതാണ് ഈ ഒരു ഡോക്യുമെൻ്ററി. അടുത്ത ചോദ്യം, പൊതുചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്തുവാൻ CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം. അപ്പോൾ നമ്മുടെ പൊതുചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്താനായിട്ട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? അത് ഓപ്പൺ ഡാറ്റ കിറ്റാണ്. ഈ CAG എന്ന് പറയുമ്പോൾ ആ CAG തന്നെ എനിക്ക് ഡൗട്ടുണ്ട്, അത് കറക്റ്റായിട്ട് എനിക്കത് അറിയില്ല. അപ്പോൾ പൊതുചെലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്തുവാനായിട്ട് CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ഇത് ഓപ്പൺ ഡാറ്റ കിറ്റ്. നമുക്ക് ഇങ്ങനെ പഠിച്ചങ്ങ് പോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ചോദ്യമാണ്, US പരമോന്നത ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച അർജൻറ്റീനയുടെ ഫുട്ബോൾ താരം. അത് നമ്മുടെ ലയണൽ മെസ്സിയാണ്. ചിലപ്പോൾ നമ്മൾ വായിക്കാത്തൊരു പെട്ടെന്ന് ചാടി കയറിയിട്ട് എന്ത് ചെയ്യും, CR7 നമ്മൾ പിടിക്കും. പക്ഷെ നമ്മുടെ റൊണാൾഡോ അല്ല, മെസ്സിയാണ്. അപ്പോൾ US പരമോന്നത ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച അർജൻറ്റീനയുടെ ഫുട്ബോൾ താരം ഏതാണ്? അത് ലയണൽ മെസ്സിയാണ്. അപ്പോൾ ഇത്രയും ചോദ്യം എന്ത് ചെയ്യാം, നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. 1ാം അന്താരാഷ്ട്ര ഒളിമ്പിക് റിസർച്ച് കോൺഫറൻസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് ഗുജറാത്താണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം അത് ബ്രസീലാണ്. ഡെങ്കിപ്പനി സാധ്യത 2 മാസം മുന്നേ പ്രവചിക്കുവാനുള്ള മാതൃക വികസിപ്പിച്ച പൂനെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നമ്മുടെ മലയാളി ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഡോക്ടർ റോക്സി മാത്യു കോളും സോഫിയ യാക്കോബ്. അടുത്ത്, നീലാസ്ഥികളും പച്ചരക്തവുമുള്ള അപൂർവ ഇനം തവളകളെ കണ്ടെത്തിയ സംസ്ഥാനം എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. P. കേശവദേവ് സ്മാരക ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ വ്യക്തി ആരാണ്? അത് ശശി തരൂറാണ്. കൃഷി ആവശ്യത്തിനുള്ള ജലസേചന പമ്പുകൾ സൗരോർജ്ജത്തിലേക്ക് മാറ്റുവാനുള്ള കേന്ദ്ര പദ്ധതി ഏതാണ്ടാ? അത് PM കുസുമാണ്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പുറത്തിറക്കിയ ഏറ്റവും പുതിയ ഡാറ്റ പ്രകാരം രജിസ്റ്റർ നിക്ഷേപകരുടെ എണ്ണം 1 കോടി കടക്കുന്ന 3ാമത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണത്? നമ്മുടെ ഗുജറാത്താണ്. മണ്ണ് മലിനീകരണത്തെ ചെറുക്കുന്നതിനും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് അടുത്തിടെ ബാക്ടീരിയയെ വികസിപ്പിച്ച സ്ഥാപനം ഏതാണ്? അത് IIT ബോംബെയാണ്. ആത്മാവിൻ്റെ സങ്കേതങ്ങൾ, കേരളത്തിലെ വിശുദ്ധ വനങ്ങൾ എന്ന ഡോക്യുമെൻ്ററി ആരുടേതാണ്? വേണു നായരുടെ ഡോക്യുമെൻ്ററിയാണ്. പൊതുചിലവുകളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും മെച്ചപ്പെടുത്തുവാൻ CAG ഉപയോഗിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഏതാണ്? അത് ഓപ്പൺ ഡാറ്റ കിറ്റാണ്. ലാസ്റ്റ് ചോദ്യം എന്താണ്? US പരമോന്നത ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം പുരസ്കാരം ലഭിച്ച അർജൻറ്റീനയുടെ ഫുട്ബോൾ താരം ആരാണ്? അത് ലയണൽ മെസ്സിയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കിയത്. അടുത്ത വീഡിയോയിൽ കുറച്ച് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ 2025 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 2024 ഒരു ഫുൾ സീരീസായിട്ട് നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ എക്സാം ഉടനെ വരുന്നു എന്നാണ് റൂമേഴ്സ് കേട്ടത്. നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല, എങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് അതിൻ്റെ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒന്നും കൂടിയുള്ള റിവിഷൻ ക്ലാസ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.